രക്ഷാപ്രവർത്തകർ ഇനി അങ്ങോട്ടേക്ക് അഭിമുഖീകരിക്കാൻ വേണ്ടി വരുന്ന ഒരു പ്രതിസന്ധിയെക്കുറിച്ച് കൂടിയാണ് പറഞ്ഞത്. കാരണം കോട ഇറങ്ങി തുടങ്ങുന്നത്. ഇപ്പോൾ തന്നെ പ്രേക്ഷകർക്കും ദൃശ്യങ്ങളിൽ കാണാമല്ലോ, മൂടൽ മഞ്ഞ് എന്ന നിലയ്ക്കാണ് നമുക്ക് കൃത്യമായി അല്ലെങ്കിൽ വ്യക്തതയില്ലാത്ത ദൃശ്യങ്ങൾ തന്നെയാണ് വരുന്നത്. സമയം ഇത്രേ നമ്മുടെ സാധാ കാലാവസ്ഥയാണെങ്കിൽ നോക്കിയാൽ 4:21 ആയിട്ടുള്ളൂ. പക്ഷേ അവിടുത്തെ സ്ഥിതി അതല്ല. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ വെളിച്ചവും മറ്റ് സംവിധാനങ്ങളും ഇല്ലാതെ അങ്ങോട്ടേക്ക് ചെന്നാൽ ഒരു തരത്തിലും ഒരു രക്ഷാപ്രവർത്തനം എന്ന നിലയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഒപ്പം തന്നെ ആന ഇറങ്ങുമെന്നൊരു ഭീഷണി കൂടി ആ മേഖലയിലൊക്കെ ഉണ്ട് എന്നാണ് ഇപ്പോൾ അവിടുത്തുകാർ പറഞ്ഞത്. എന്തായാലും വല്ലാത്ത അവസ്ഥയാണ്. കുറേ പേർക്ക് ഭക്ഷണമൊക്കെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ മുണ്ടക്കയിലെ റിസോർട്ടുകളിലൊക്കെ കുടുങ്ങിക്കിടക്കുന്നവർക്ക് ഭക്ഷണമൊക്കെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് വലിയ ആശ്വാസമാണ്. അവിടെ അങ്ങനെ കുടുങ്ങിക്കിടക്കുന്നവർ തൽക്കാലം മനോധൈര്യം കൈവിടാതെ പിടിച്ചു നിൽക്കുക, ഉള്ള ഭക്ഷണമൊക്കെ എല്ലാവരുമായി പങ്കുവെച്ച് വളരെ ധൈര്യത്തോടെ നിൽക്കുക എന്നേ നമുക്കും പറയാൻ കഴിയൂ. കാരണം ചെയ്യേണ്ട സന്നദ്ധ പ്രവർത്തകരൊക്കെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അവർ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കനത്ത മൂടൽമഞ്ഞായിരിക്കുന്നു. ഇനി അങ്ങോട്ട് വെളിച്ച സംവിധാനങ്ങളില്ലാതെ രക്ഷാപ്രവർത്തനം നടത്തുന്നത് പോലും രക്ഷാപ്രവർത്തകരുടെ ജീവനെ അപകടത്തിലാക്കുന്ന സാഹചര്യമാണ്. കാരണം അത്രയേറെ കുത്തൊഴുക്കും ഒക്കെയാണ് പുഴയിലുള്ളത്. ഈ പുഴ ഒഴുക്കി കൊണ്ടുവന്നത് കല്ലും മണ്ണും മരങ്ങളുമൊക്കെയായി വലിയ വലിയ തോതിലാണ് വന്ന് സാധനങ്ങൾ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. അപ്പോൾ ചെളിയും ഒക്കെയുണ്ട്. അതുകൊണ്ട് വളരെ ദുർഘടമായ അല്ലെങ്കിൽ ദുഷ്കരമായ സാഹചര്യമാണ്. എങ്ങനെയും ഈ ഒരു രാത്രി കൂടി മറികടക്കുക എന്നത് വലിയൊരു പ്രശ്നമാണ് നമ്മുടെ മുന്നിൽ. അങ്ങോട്ടേക്കൊക്കെ വെളിച്ചം എത്തിക്കുക എന്നിപ്പോൾ നേരത്തെ കൃത്യമായി ഏകദേശം ഒരു 8 കിലോമീറ്റർ എങ്കിലും വൈദ്യുതി ലൈനുകളൊക്കെ തകർന്നിട്ടുണ്ട് എന്നാണ് വിവരം. അതെല്ലാം പുനഃസ്ഥാപിച്ചെടുക്കുക എന്നതും വലിയ സമയം എടുക്കുന്ന ഒരു കാര്യമാണ്. ഷഹീദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷഹീദ്, അവർ രക്ഷാപ്രവർത്തകർ പറഞ്ഞു കഴിഞ്ഞു നിലവിലെ സാഹചര്യം ഇനി അങ്ങോട്ട് ഈ രാത്രിയിൽ എത്രത്തോളം ദുഷ്കരമാണെന്ന്. എങ്കിലും ഈ മുണ്ടക്കൈ ഭാഗത്ത് എത്ര ഇടങ്ങളിൽ വരെ ആളുകൾക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നാണ്? ചൂരൽമല നമുക്ക് ഏകദേശം ഒരു കുറച്ചെങ്കിലും നിയന്ത്രണ വിധേയമെന്ന് പറയാം. മുണ്ടക്കൈയോ? ഇപ്പോൾ ദുരന്തം നടന്നു കഴിഞ്ഞു. പലരെയും രക്ഷാപ്രവർത്തകർ കണ്ടെത്തി, പല മൃതദേഹങ്ങളും കണ്ടെത്തി. ഇനിയും കണ്ടെത്താനുണ്ട്. പക്ഷേ ഈ മുണ്ടക്കൈ ഭാഗത്ത് ഇപ്പോഴും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അതിൽ മരിച്ചവരുണ്ട്, പരിക്കേറ്റ ആളുകളുണ്ട്, അല്ലാത്ത ആളുകളുമുണ്ട്. ഇവരെ പുറത്തെത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. കാരണം ഏതൊക്കെ തരത്തിൽ പരിക്കേറ്റ ആളുകളുണ്ട് എന്ന് നമുക്കിപ്പോൾ കൃത്യമായി ആർക്കും പറയാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. അപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ ഇടപെട്ട ആളുകളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, ഇപ്പോൾ നമ്മൾ സംസാരിച്ച ബിനു ഉൾപ്പെടെ പറഞ്ഞത് പലർക്കും പരിക്കേറ്റ ആളുകളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരെ കൃത്യമായി പുറത്തെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള എക്യുപ്മെന്റ്സ് ഇനിയും ആവശ്യമുണ്ട്. കുറെ അധികം എത്തിയിട്ടുണ്ട്, പക്ഷേ അത് മതിയാവില്ല, കൂടുതൽ ആവശ്യമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഇവിടെ കോട മൂടിയിരിക്കുകയാണ്. അതായത് ഈ 2 കരകളിലും പ്രധാനമായും കോട മൂടിയിട്ടുണ്ട്. പരസ്പരം പലപ്പോഴും കാണാൻ കഴിയാത്ത തരത്തിലേക്ക് കോട മൂടിയിട്ടുണ്ട്. അത് രക്ഷാപ്രവർത്തനത്തെ വലിയ ദുർഘടമാക്കുന്ന സാഹചര്യം ഉണ്ടാക്കും, പ്രതിസന്ധിയിലാക്കും. അതുകൊണ്ട് തന്നെ വെളിച്ചം അത്യാവശ്യമാണ്. അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ രാത്രിയാകണമെന്നില്ല, ഇനിയുള്ള രക്ഷാപ്രവർത്തനം നടക്കണമെങ്കിൽ കൂടുതൽ വെളിച്ചം ആവശ്യമായിട്ടുണ്ട്. ഒന്നുകിൽ സർക്കാർ സംവിധാനങ്ങൾ വഴി തന്നെ അതിനുള്ള സൗകര്യം ഒരുക്കണം. അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകർ, ഈ ബിനു പറയുന്നത്, നാട്ടുകാർ കൂടുതൽ ടോർച്ചുമായി സ്ഥലത്തേക്ക് എത്തണം. ശരി ഷഹീദ്, ഞാൻ